ഹായ് ഓൾ, എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ കാർബോക്സിലിക് ആസിഡ്, അതായത് നമ്മുടെ പ്ലസ് ടുവിലെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലെ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്കും ഓൺലൈൻ ബാച്ചുകളിലേക്കും എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സിലേക്കുമുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോക്സിലിക് ആസിഡ്സിനെ കുറിച്ചാണ്. അപ്പം എന്താ ഈ കാർബോക്സിലിക് ആസിഡ്? നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH, നമ്മുടെ ഏത് ഗ്രൂപ്പാണ്? അതെ, COH. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള മോളിക്യൂൾസിനെയാണ് സാധാരണ, അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെയാണ് സാധാരണ നമ്മൾ എന്ത് പറയുന്നത്? കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് COH ആണെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് എല്ലാം എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ്സ് ആയിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. നമ്മുടെ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസാണ്. അപ്പം ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു പേടിയാണ്, പഠിക്കാൻ കുട്ടികൾക്ക് ഓൾറെഡി മടിയാണ്. പക്ഷേ കുറച്ച് ട്രിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷനാണ് ഫ്രം പ്രൈമറി ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ്. അപ്പോൾ ഇതൊരു ചെയിൻ പോലെ ഓർത്തിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആൽഡിഹൈഡ് കിട്ടും. ഈ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. അതൊരു ചെയിൻ റിയാക്ഷനാണ്. ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡിലെ കീറ്റോൺ കിട്ടും. ഇവരെ ഫർദർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്താൽ ആസിഡ് കിട്ടും. ഇനി നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ആൽക്കഹോളിനെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യാം? ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, primary alcohols are readily oxidized to carboxylic acid with a common oxidizing agent like potassium permanganate in neutral acidic alkaline media or potassium dichromate and chromium trioxide in acidic media. സംഭവമൊന്നുമില്ല, പ്രൈമറി ആൽക്കഹോൾസിനെ എന്ത് ചെയ്യുക? നമുക്ക് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റോ പൊട്ടാസ്യം ഡൈക്രോമേറ്റോ അല്ലെങ്കിൽ ക്രോമിയം ഓക്സൈഡ് കുറച്ചുകൂടെ മൈൽഡായിട്ടുള്ളൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. പക്ഷേ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയാലും പെർമാംഗനേറ്റ് ആയാലും കുറച്ചുകൂടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഇവരുമായിട്ട് പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ഇനി ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. അപ്പം അതിൻ്റെ റിയാക്ഷൻ എഴുതാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആസിഡ് എടുക്കുക. ഇപ്പം സപ്പോസ് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാനൊരു അസറ്റിക് ആസിഡ് എടുക്കാൻ പോവാം. നമ്മുടെ അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല എന്താ? അസറ്റിക് ആസിഡ് അല്ല, നമുക്കെന്ത് പറയാം? നമ്മൾ ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക? ഒരു പ്രൈമറി ആൽക്കഹോൾ എടുക്കുക. സപ്പോസ് എത്തനോൾ. എത്തനോളിൻ്റെ ഫോർമുല എന്താ? CH3 CH2 OH. ഇതാണ് ആര്? നമ്മുടെ എത്തനോൾ. പ്രൈമറി ആൽക്കഹോളാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിഡൈസ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ആൽക്കലൈൻ KMnO4. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ എന്ത് മീഡിയത്തിൽ? ഏതെങ്കിലും ഒരു ആസിഡ് മീഡിയത്തിൽ. അപ്പം ആസിഡ് മീഡിയത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് H+ എന്ന് എഴുതാം, അല്ലെങ്കിൽ H3O+ എന്ന് എഴുതാം. എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞ ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആൽക്കഹോളിലെ ഈ CH2-ൽ 2 ഹൈഡ്രജൻ ഇല്ലേ? ആ 2 ഹൈഡ്രജനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്തിട്ട് ആ പൊസിഷനിൽ എന്ത് ചെയ്യുക? ഓക്സിജനെ ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ കോമ്പൗണ്ട് എന്തായി മാറും? CH3 COOH ആയില്ലേ? അപ്പം നമ്മൾ ചെയ്തത് എന്താ? നമ്മുടെ ആൽക്കഹോൾ എടുത്തു, ആൽക്കഹോളിനെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള KMnO4 ആഡ് ചെയ്തു. ഇപ്പം എന്താ സംഭവിച്ചേ? ഇതിലെ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എടുത്ത് മാറ്റി അവിടെ ആരെ ആഡ് ചെയ്തു? ഓക്സിജനെ ആഡ് ചെയ്തു. ഓക്സിജനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടി? ആസിഡ് കിട്ടി. കണ്ടോ? ഈ ഹൈഡ്രജൻ പോയ വേക്കൻസിയിൽ ആര് കയറി? ഓക്സിജൻ കയറി. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആസിഡ് കിട്ടി.
ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണെന്ന് നോക്കിയാലോ. സെക്കൻഡ് മെത്തേഡാണ് ഫ്രം ആൽക്കൈൽ ബെൻസീൻ. നോക്കി, aromatic carboxylic acid can be prepared by vigorous oxidation of alkyl benzene with a chromic acid or acidic or alkaline potassium permanganate. സമമൊന്നുമില്ല, നമുക്ക് ഇപ്പം ആരോമാറ്റിക് ആയിട്ടുള്ള ആസിഡ്, ആരോമാറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബെൻസീൻ റിങ്ങിൽ COH ഗ്രൂപ്പ് വരുന്ന ആസിഡ്, അതാണ് ആരോമാറ്റിക് ആസിഡ്. അപ്പോൾ അങ്ങനെ ഒരു ആരോമാറ്റിക് ആസിഡിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരെ എടുത്താൽ മതി, പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ ക്രോമിക് ആസിഡോ എടുത്താൽ മതി. അപ്പം ആ ആൽക്കൈൽ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്ത് എന്താവും, ആസിഡാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്താലോ. എക്സാമ്പിൾ ടോളുവിൻ. ടോളുവിൻ എന്ന് പറഞ്ഞ മോളിക്കൂൾ എന്താണ്, ബെൻസീനിൽ എന്ത് ചെയ്യുക, ഒരു CH3 ഗ്രൂപ്പ്. ഇതാണ് ആര്, നമ്മുടെ ടോളുവിൻ. ഈ ടോളുവിനെ നമ്മൾ എന്ത് ചെയ്യുക, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുക. ആൽക്കലൈൻ KMnO4. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ടോളുവിനിലെ കാർബണിലെ എന്ത് ചെയ്യുക, 2 ഹൈഡ്രജനെ എടുത്ത് മാറ്റി അവിടെ ആരെ ഇടുക, ഓക്സിജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, O2നെ ഇടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ റിങ്ങിൽ എന്താവും, COOH. നമ്മുടെ എന്ത് കിട്ടി, ബെൻസോയിക് ആസിഡ് കിട്ടി, ബെൻസോയിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ടോളുവിൻ എടുത്തു. ടോളുവിൻ എന്ന് പറഞ്ഞാൽ ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള ആൽക്കൈലാണ്, കോമ്പൗണ്ടാണ്. അതിലോട്ട് എന്ത് ചെയ്തു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തു. അപ്പം ഈ ടോളുവിനിലെ അറ്റാച്ച് ചെയ്ത കാർബണിലെ ഹൈഡ്രജനെ മാറ്റി അവിടെ ആരെ കയറ്റി, 2 ഓക്സിജൻ മോളിക്കൂളിലെ കയറ്റി, നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടി, ആസിഡ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷനാണ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കും. ഇൻ ഈതർ ടു ഫോം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് വിച്ച് ഓൺ അസിഡിഫിക്കേഷൻ ഗീവ് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. അപ്പം സംഭവമൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് അതായത് ഡ്രൈ ഐസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ റിസൾട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആദ്യം ഒന്ന് എഴുതി നോക്കാം. നോക്കി, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ജനറൽ ഫോർമുലയാണ് RMgX. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക ആണേ. കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറയുന്നതിലെ ഈ മെറ്റൽ ഉണ്ടല്ലോ, നമ്മുടെ മഗ്നീഷ്യം, അതിനൊരു പോസിറ്റീവ് ചാർജും ആൽക്കൈൽ ഗ്രൂപ്പിനൊരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ അത് ആദ്യമേ അങ്ങ് ഇടുക. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ, ഈതറിൻ്റെ പ്രസൻസിൽ. പിന്നെ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്താണെന്ന് നോക്കിയോണം. ഈ കാർബൺ ഡൈ ഓക്സൈഡിലെ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഓക്സിജനിലോട്ട് ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ ഈ ഓക്സിജൻ്റെ ചാർജ് എന്തായി മാറും, മൈനസ് ആവത്തില്ലേ. നമുക്ക് വേണമെങ്കിൽ അത് താഴെ എഴുതാം, CO- ഇവിടെ ഡബിൾ ബോണ്ട് ഓയും ഉണ്ട്, കാർബൺ എന്തും കിട്ടും, പ്ലസും കിട്ടും. ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും, നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ ഈ R- ഈ പോസിറ്റീവായിട്ടുള്ള കാർബണെ വന്ന് അറ്റാച്ച് ചെയ്യും. അതേപോലെ Mgx എന്ന് പറയുന്ന പോസിറ്റീവ് സ്പീഷീസ് ഈ നെഗറ്റീവായിട്ടുള്ള ഓക്സിജനിലും വന്ന് ബൈൻഡ് ചെയ്യും. ഇതാണ് റിയാക്ഷൻ. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം. ഇത് വരും, C ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിൽ എന്ത് വന്നു, OY Mgx വന്നു. ഇനി കാർബണിൽ ആരൂടെ ഉണ്ട്, ഒരു R ഗ്രൂപ്പ് കൂടെ ഉണ്ട് ആയേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യുക, ആസിഡിഫൈ ചെയ്യുക. അതായത് ഈ കോമ്പൗണ്ടിലോട്ട് ഏതെങ്കിലും ഒരു ആസിഡിനെ ആഡ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ ഒരു ആസിഡിനെ ആഡ് ചെയ്യും, ആര്, H+. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ OMgX ഇല്ലേ, അതായത് O- MgX+, ഇത് ബ്രേക്ക് ചെയ്യും. ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്യും. അപ്പം പ്രൊഡക്റ്റ് എന്ത് വരും,
ആർ സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച്. എന്ത് കിട്ടി നമുക്ക്? ആസിഡ് കിട്ടി. ഇതാണ് റിയാക്ഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ നോക്കാം. അടുത്ത പ്രിപ്പറേഷന് എസ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എസ്റ്റർ? സാധാരണ ആസിഡും ആൽക്കഹോളും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എസ്റ്റർ കിട്ടുക. നല്ല സ്മെല്ലുള്ള, നമ്മൾ ഈ ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഉള്ള ഒരു കോമ്പൗണ്ടാണ് ഇത് എസ്റ്റർ. അപ്പം ഈ പറയുന്ന എസ്റ്ററിനെ തിരിച്ച് ഈ എസ്റ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടിങ് കോമ്പോണൻസ് ഫോം ചെയ്യും. അതായത് നമുക്കറിയാം ആസിഡും ആൽക്കഹോളും തമ്മിൽ മിക്സ് ചെയ്തപ്പോഴാണ് എസ്റ്റർ ഉണ്ടായത്. അപ്പം തിരിച്ച് ഈ എസ്റ്ററിൽ വാട്ടർ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ കിട്ടണം? ഈ ആസിഡും ആൽക്കഹോളും റീജനറേറ്റ് ചെയ്ത് കിട്ടണം. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഗീവ് ഡയറക്ട്ലി കാർബോക്സിലിക് ആസിഡ് while basic hydrolysis give salt of carboxylic acid which on acidification give carboxylic acid. അപ്പം ഈ എസ്റ്ററിനെ നമ്മൾ രണ്ട് രീതിയിൽ ഹൈഡ്രോളിസിസ് ചെയ്യാം. ഒന്നെങ്കിൽ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യാം, അല്ലെങ്കിൽ ബേസിൻ്റെ പ്രസൻസിൽ ചെയ്യാം. ഇനി ഇവിടുത്തെ റിയാക്ഷൻ എന്താ നോക്കാം. അപ്പം ഞാനൊരു ആസിഡ് എടുത്തു, ഒരു എസ്റ്റർ എടുത്തു, RCOOR'. ഇതൊരു എസ്റ്ററാണ്. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് നടുക്കുന്നുണ്ട്, ഒരു CO ഗ്രൂപ്പ് ആണേ, ഒരു എസ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്കൊരു എസ്റ്റർ എടുക്കാം. ഇതാ CH3COOCH3. ഇത് നമ്മുടെ എസ്റ്ററാണ്. ഈ എസ്റ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? വാട്ടർ ആഡ് ചെയ്തു. എന്തിൻ്റെ പ്രസൻസിലാണ്? നമ്മൾ ആദ്യം ആസിഡിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതല്ലേ എസ്റ്റർ. ഈ എസ്റ്ററിൻ്റെ എന്ത് സംഭവിക്കും? ഈ COO ബോണ്ടില്ലേ, ഇതെന്ത് ചെയ്യും? ക്ലീവ് ചെയ്യും. എങ്ങനെ ക്ലീവ് ചെയ്യും? ഇങ്ങനെ അങ്ങ് ക്ലീവ് ചെയ്യും. COO ബോണ്ട് ക്ലീവ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മുടെ വാട്ടർ മോളിക്കൂൾ ആഡ് ചെയ്യും. നോക്കിയേ, വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എച്ചും OH കൂടെ ചേരുന്നതല്ലേ വാട്ടർ. അപ്പം എന്ത് ചെയ്തു? H ഇവിടെ ആഡ് ചെയ്തു, OH ഇപ്പുറത്ത് ആഡ് ചെയ്തു ആണേ. അപ്പം നമുക്ക് നമ്മുടെ റിസൾട്ടൻറ്റ് കോമ്പൗണ്ട് എഴുതാം. CH3COOH പ്ലസ് CH3OH. അപ്പം ഇതെന്തായി? ആസിഡായി. ഇതെന്തായി? ആൽക്കഹോളായി. ഇതാണ് റിയാക്ഷൻ. എസ്റ്റർ എടുക്കുക, എസ്റ്ററിൽ വെള്ളം ഒഴിക്കുക. എന്തിൻ്റെ പ്രസൻസിൽ? ആസിഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ COO എന്ന് പറയുന്ന ബോണ്ടിലെ O തമ്മിൽ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഒരു സൈഡിൽ ഹൈഡ്രജനും ആഡ് ചെയ്യും, മറ്റേ സൈഡിൽ ആരും ആഡ് ചെയ്യും? OH ആഡ് ചെയ്യും. ഈ H OH എവിടുന്ന് വന്നതാണ്? നമ്മുടെ വെള്ളത്തിലെ OHും Hഉം ആണ്. കറസ്പോണ്ടിങ് ആസിഡും കിട്ടും, ആൽക്കഹോളും കിട്ടും. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ നടത്തിയത് ആസിഡിൻ്റെ പ്രസൻസിലല്ലേ. ഇനി ഇതിനെ നമ്മൾ ബേസിൻ്റെ പ്രസൻസിൽ നടത്തിയാൽ നോക്കിക്കേ, CH3COOCH3 നമ്മുടെ എസ്റ്റർ. ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു. എന്തിൻ്റെ പ്രസൻസിലാണ്? നമ്മൾ ബേസിൻ്റെ പ്രസൻസിൽ. മറ്റേടത്ത് ആസിഡ് എടുത്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ബേസ് എടുക്കുന്നത്. സപ്പോസ് NaOH എടുക്കാം. ഈ NaOH എന്ന് പറയുന്ന അക്വസ് സൊല്യൂഷനാണ്. അതായത് ഓൾറെഡി അതിൻ്റെ അകത്ത് വെള്ളമുള്ള NaOH ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്ത് ചെയ്യും? ഒരു സൈഡിൽ H ആഡ് ചെയ്യും, ഒരു സൈഡിൽ ONAയും ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ Hനെ ആഡ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു? ONA ആഡ് ചെയ്തു. അങ്ങനെ രണ്ടായിട്ട് ആഡ് ചെയ്യും. റിസൾട്ടൻറ്റ് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? CH3COONA പ്ലസ് CH3OH. ആൽക്കഹോളും കിട്ടി. ഇതാരാ? ശരിക്കും പറഞ്ഞാൽ ഇത് ആസിഡായിരുന്നു കിട്ടേണ്ടത്, പക്ഷേ നമുക്കൊരു സോഡിയം സോൾട്ട് ഓഫ് ആസിഡാണ് കിട്ടുന്നത്. ഒരു സോൾട്ട് ഓഫ് എന്ത്? കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ആസിഡ് ആഡ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു? ബേസ് ആഡ് ചെയ്തു. ബേസ് ആഡ് ചെയ്തപ്പോൾ ഒരു സോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസാണ്. പരീക്ഷയ്ക്ക് സാധാരണ എന്താ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ ഇത് റിയാക്റ്റൻറ്റും റിയേജൻറ്റും തരും, നമ്മൾ പ്രൊഡക്റ്റ് എഴുതണം. അതായത് ആ കോമ്പൗണ്ടിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് എഴുതണം. അതായത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ റിയാക്റ്റൻറ്റും റിയേജൻറ്റും തരും, പ്രൊഡക്റ്റ് എഴുതണം. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻസ് എല്ലാം അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. അപ്പം കാർബോക്സിലിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റഡ്. ഓക്കെ, carboxylic acid on heating with a mineral acid like H2SO4 or P2O5 undergo dehydration to give acid anhydride. ഒന്നുമില്ല, 2 കാർബോക്സിലിക് ആസിഡ് മോളിക്യൂൾ എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഏതിലൊരു ആസിഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. ആ മോളിക്യൂളിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും, അൺഹൈഡ്രേറ്റ് കിട്ടും. ഇതാണ് റിയാക്ഷൻ. നോക്കാം. RCOOH ഇതൊരു ആസിഡാണ്. ഇനി ഞാൻ വേറൊരു ആസിഡ് എടുത്തു, ആ ആസിഡ് ഞാൻ തിരിച്ചെഴുതി വന്നോർത്തു, RCOOH. 2 ആസിഡാണ്, ഒന്നിനെ ഞാൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഈ അൺഹൈഡ്രേറ്റിൻ്റെ ഫോർമേഷൻ വരുന്നതെന്ന് കാണിക്കാം. ഇവരെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ആസിഡ് എന്തിൻ്റെ പ്രസൻസിൽ H2SO4 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആസിഡിൻ്റെ പ്രസൻസ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഒന്നിലെ OHും മറ്റേതിലെ Hൂടെ ചേർന്നിട്ടുണ്ടാവും, വാട്ടർ മോളിക്യൂള് -H2O എലിമിനേറ്റ് ചെയ്യും ആണേ. ഇനി ബാക്കിയുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചേർത്ത് എഴുതിയാൽ മാത്രം മതി, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. നോക്കിയേ, എന്ത് വരും, RCOOR. ഇതാണ് അൺഹൈഡ്രേറ്റ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വൃത്തിയായിട്ട് ഇങ്ങനെ എഴുതാം, RCOOR. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഒന്നുമില്ല, 2 ആസിഡ് എടുക്കുക, 2 ഏതെങ്കിലും എന്ത് ചെയ്യുക, ആസിഡ് എടുക്കുക, അതിനെ H2SO4ൻ്റെ ഒക്കെ പ്രസൻസ് ട്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കളയുക, ബാക്കിയുള്ള പാർട്ടുകൾ എന്ത് ചെയ്യുക, കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അൺഹൈഡ്രേറ്റ് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ റിയാക്ഷനാണ് എസ്ട്രിഫിക്കേഷൻ. അപ്പോൾ എസ്റ്റർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ, ആസിഡും ആൽക്കഹോളും തമ്മിൽ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും, എസ്ട്രിഫിക്കേഷൻ, എസ്റ്റർ കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് എന്ത്, എസ്ട്രിഫിക്കേഷൻ. നോക്കി, carboxylic acid when heated with alcohol or phenol in the presence of a mineral acid like concentrated H2SO4 or HCl give ester. ആസിഡും ആൽക്കഹോളും മിക്സ് ചെയ്യുക, എന്തിൻ്റെ പ്രസൻസിൽ, ഏതെങ്കിലും H2SO4 അല്ലെങ്കിൽ HClൻ്റെയോ പ്രസൻസിൽ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. ഈ റിയാക്ഷനാണ് ഏത്, എസ്റ്ററിഫിക്കേഷൻ. ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഒരു ആസിഡ് എഴുതാം. CH3COH ഇതാരാ, നമ്മുടെ അസറ്റിക് ആസിഡാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൽക്കഹോൾ, ആര്, എത്തനോൾ ആഡ് ചെയ്തു, CH3CH2OH, എത്തനോൾ. ഇത് ഞാൻ ഇങ്ങനെ തലതിരിച്ച് എത്തനോളിനെ എഴുതിയതിൻ്റെ കാരണം ആ എലിമിനേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. CH3CH2OH, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുക, ഇവരെ എന്തിൻ്റെയും പ്രസൻസിൽ, H2SO4ൻ്റെ വല്ല പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. എന്ത് എലിമിനേറ്റ് ചെയ്യും, വാട്ടർ എലിമിനേറ്റ് ചെയ്യും. നോക്കിക്കേ, OHലെ ആസിഡിലെ OHും അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ഇനി ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം, OH. ഇനി എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഇവർ രണ്ടിൽ റിയാക്ട് ചെയ്യുമ്പം ആസിഡിലെ ഹൈഡ്രജനും ആൽക്കഹോളിലെ ഓക്സിജനും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ചേർന്ന് വെള്ളമായി പോകുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ആസിഡിൽ നിന്ന് ആ OHനെ എടുത്ത് കളയരുത്. ഇതിൽ നിന്ന് Hഉം ഇതിൽ നിന്ന് OHും ആയിരിക്കും എലിമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവുക. ബാക്കിയുള്ളവരെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് എഴുതുക. അപ്പം എന്ത് കിട്ടും, CH3COO
CH2 CH3. ഇതാണ് ആര്? നമ്മുടെ എസ്റ്റർ. ക്ലിയർ ആണോ? ഓക്കെ, വേറെ ഒന്നുമില്ല. വാട്ടറിനെ എന്ത് ചെയ്താൽ മതി? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി അടുത്തതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് ആരോമാറ്റിക് ആസിഡ്സ് വരുന്ന കേസിൽ, അതായത് ഇപ്പം ബെൻസോയിക് ആസിഡ് നമ്മൾ എടുക്കുക, ആ കോമ്പൗണ്ടിനെ വേറെ ഏതെങ്കിലും ഒരു റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ആ COH ഗ്രൂപ്പാണ് ഇൻകമിങ് ഗ്രൂപ്പിൻ്റെ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് അതിന് എക്സാമ്പിൾ നമുക്കിപ്പം പറയാം, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മനസ്സിലാവും. നൈട്രേഷൻ ചെയ്യാൻ പോകുക. അതായത് നമ്മൾ ആരോമാറ്റിക് ആസിഡ് എടുക്കുക. ആരോമാറ്റിക് ആസിഡ് ആരാ? ബെൻസോയിക് ആസിഡ് എടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക? നൈട്രേഷൻ ചെയ്യാൻ പോവുക. അപ്പം നൈട്രേഷൻ എന്ന് പറയുമ്പോഴേ ഓർത്തോണം, അതിൻ്റെ റിയേജൻറ്റ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആയിരിക്കും. കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4. ഇവരെ തമ്മിൽ റിയാക്ട് ചെയ്യിക്കാം. റിയാക്ട് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നൈട്രിക് ആസിഡിൽ നിന്ന് NO2 ഗ്രൂപ്പ് ഈ റിങ്ങിലോട്ട് കയറും. പക്ഷേ ഏത് പൊസിഷനിൽ കയറും? അത് തീരുമാനിക്കുന്നത് ആരാ? നമ്മുടെ COH ഗ്രൂപ്പാണ്. COH ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിംഗ് ആണോ വിഡ്രോയിങ് ആണോ? COH ഗ്രൂപ്പ് ബേസിക്കലി ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതായത് ഈ റിങ്ങിൽ നിന്ന്, ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ COH. അതുകൊണ്ട് ഈ ഇൻകമ്മിങ് ആയിട്ടുള്ള NO2 ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അതെങ്ങോട്ടേ വിടത്തുള്ളൂ? മെറ്റാ പൊസിഷനിലോട്ടേ വിടത്തുള്ളൂ. അതേ സമയത്ത് ഈ COH ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ റിലീസിങ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഇൻകമ്മിങ് ഗ്രൂപ്പ് ഓർത്തോയിലോ പാരാ പൊസിഷനിലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പോവുക. പറഞ്ഞാൽ മനസ്സിലായോ? ബെൻസോയിക് ആസിഡിലെ നമ്മൾ എന്ത് ചെയ്യുക? നൈട്രേഷൻ ചെയ്യുക. ആ നൈട്രേഷൻ്റെ സമയത്ത് ഒരു NO2 ഗ്രൂപ്പ് റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ NO2 എവിടെ പോകണം? ഓർത്തോയിൽ പോകണോ, പാരയിൽ പോകണോ, മെറ്റയിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ആ കോമ്പൗണ്ടിൽ ഓൾറെഡി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അത് COH ഗ്രൂപ്പാണ്. ഈ COH ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ NO2 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിലോട്ടേ പോവുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കും? COH ഇവിടെ എന്ത് വരും? മെറ്റാ പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് വരും. അതായത് ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താവും? മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ് എന്നായി മാറും. അതേ സമയത്ത് ഈ COH ഇലക്ട്രോൺ റിലീസിങ് ആയിരുന്നെങ്കിൽ ഓർത്തോയിലോട്ടോ പാരയിലോട്ടോ ഇത് പോവുള്ളൂ. സിമിലർലി സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബ്രോമിനേഷൻ ചെയ്യാം. ഒന്നുമില്ല, നമ്മുടെ ബെൻസോയിക് ആസിഡ് എടുക്കുക, എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്ത് വരും? ഇവിടെ എന്തായിരിക്കും നടക്കുക? COH ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ ബ്രോമിനെ ഏത് പൊസിഷനിലോട്ടേ വിടത്തുള്ളൂ? മെറ്റാ പൊസിഷനിലോട്ടേ വിടത്തുള്ളൂ. നമുക്കറിയാം ബെൻസീൻ്റെ എല്ലാ പൊസിഷനിലും ആരുണ്ട്? ഓരോ വെർട്ടെക്സിലും കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. ഇതിൽ ഒരു ഹൈഡ്രജനും ഒരു Br ചേർന്ന് HBr ആവും. ആ H പോയ പൊസിഷനിലോട്ട് ആര് കയറും? ബ്രോമിൻ കയറും. അപ്പം നമുക്ക് നമ്മുടെ റിസൾട്ടൻ്റ് പ്രോഡക്റ്റ് കിട്ടും. എന്ത്? COH ഇവിടെ തന്നെ ഉണ്ട്. ആ ഹൈഡ്രജൻ പോയ പൊസിഷനിൽ മെറ്റാ പൊസിഷനിൽ ആര് കയറും? ബ്രോമിൻ കയറും. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? മെറ്റാ ബ്രോമോ ബെൻസോയിക് ആസിഡ്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. അതൊരു നെയിംഡ് റിയാക്ഷനാണ്. ഹാലജനേഷൻ അല്ലെങ്കിൽ HVZ റിയാക്ഷൻ. ഓക്കെ, HVZൻ്റെ ഫുൾ ഫോം എന്താ? ഹെൽ വോൾഹാൻ സെലൻസ്കി റിയാക്ഷൻ. നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടുള്ളൊരു റിയാക്ഷനായത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ഹാവിങ് an alpha hydrogen atom treated with a halogen in the presence of red phosphorus we get alpha halo carboxylic acid. സംഭവം ഒന്നുമില്ല, ഏറ്റവും എളുപ്പമാണ്. ഒരു കാർബോക്സിലിക് ആസിഡ് കണ്ടീഷൻ ഉണ്ട്. ആ കാർബോക്സിലിക് ആസിഡ് എന്തായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. എന്ത് ഈ ആൽഫ ഹൈഡ്രജൻ? ഇവിടെ ഒരു ആസിഡ് കൊടുത്തിട്ടില്ലേ? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? കാർബോക്സിലിക് ആസിഡ് അല്ലേ? COH അല്ലേ?
ഈ COH അറ്റാച്ച് ചെയ്ത കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതേലെ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണിത് ആൽഫ ഹൈഡ്രജൻ. ഇതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക? റെഡ് ഫോസ്ഫറസും ഇട്ടും എന്ത് ചെയ്യുക? ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. ഇപ്പം ഞാൻ എടുക്കുന്ന ഹാലജൻ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. റെഡ് ഫോസ്ഫറസും ക്ലോറിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാലജനുമായിട്ട് നമ്മുടെ ആൽഫ കാർബണുള്ള അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജനുള്ള ഒരു ആസിഡിനെ ട്രീറ്റ് ചെയ്യുക. എന്താ സംഭവിക്കുക? ഈ ക്ലോറിൻ ഇല്ലേ, ക്ലോറിൻ എത്ര ഉണ്ട്? 2 ക്ലോറിൻ ഇല്ലേ? ഒരു ക്ലോറിൻ നമ്മുടെ ആൽഫയിലെ ഒരു ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് എലിമിനേറ്റ് ചെയ്യും? HCl എലിമിനേറ്റ് ചെയ്യും. അതായത് ഈ ആൽഫ ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് HCl ആയി പോകും. ആ ഹൈഡ്രജൻ പോയ പൊസിഷനിൽ മറ്റേ ഹൈഡ്രജൻ ഇല്ലേ, ആ ഹൈഡ്രജൻ ജോയിൻ ചെയ്യും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? CH3 CH. ആ HL ആര് വരും? ക്ലോറിൻ വരും. ബാക്കി ആരുണ്ട്? COOH. ഇതാണ് ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ്. ഈ ക്ലോറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ ഏത് ഹാലജനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം കറസ്പോണ്ടിങ് എന്ത് കിട്ടും? ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇതാണ് HVZ റിയാക്ഷൻ. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഒരു ആസിഡിൻ്റെ സോൾട്ട് എടുക്കുക, അതാണ് COONA. അതായത് ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ട് എടുക്കുക. അതിന് എന്ത് ചെയ്യുക? സോഡ ലൈം. എന്താ ഈ സോഡ ലൈം എന്ന് പറഞ്ഞാൽ? ആ പേര് തന്നെ ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡും ലൈമും. ലൈമിൻ്റെ ഫോർമുല കാൽഷ്യം ഓക്സൈഡാണ്, കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇവരുടെ ഈ ഒരു മിക്സറാണ് എന്ത്? നമ്മുടെ സോഡ ലൈം എന്ന് വന്ന സാധനം. അപ്പം സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കി? ഡീകാർബോക്സിലേഷൻ നടക്കുന്നതാണ് പറഞ്ഞത്. അതായത് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. അപ്പം നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് ഇത് റിയാക്ഷൻ നടക്കുന്ന നോക്കി? ഇവിടെ ഒരു സോഡിയം ഉണ്ട്. അപ്പം 2 സോഡിയം ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്, മൊത്തം 3 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഒരു CO ഉണ്ട്, ഇവിടെ ഒരു Na ഉണ്ട്, ഇവിടെ ഒരു OU ഉണ്ട്. അപ്പം നോക്കി, 2 സോഡിയം, അതുകൊണ്ട് Na2, C ഒരു കാർബൺ, 3 ഓക്സിജനോട് ചേർന്ന് എന്താവും? Na2CO3 ആയി പോവും. ബാക്കി ഇനി ആരേ ഉള്ളൂ? NaOHൽ ഒരു ഹൈഡ്രജനും ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു R ഗ്രൂപ്പും ഉണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തിട്ട് RH ആയിട്ട് മാറും. അത് നമ്മുടെ ആൽക്കെയിൻ അല്ലേ? അപ്പം ഈ റിയാക്ഷൻ വഴി, അതായത് ആസിഡിൻ്റെ സോൾട്ടിനെ സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻ കിട്ടും. നമ്മുടെ ആൽക്കെയിൻ ആണ് ആര്? RH. റിയാക്ഷൻ വന്നത് മനസ്സിലായോ? അടുത്ത് നോക്കിയാലോ. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്താണ് കോട്സ് ഇലക്ട്രോളിസിസ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നടക്കുന്ന പരിപാടി എന്താണെന്ന് നോക്കിയാലോ. When an aqueous solution of sodium or potassium salt of carboxylic acid is electrolyzed, we get alkane having twice the number of carbon atom. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. Present in the alkyl group of the acid. അതായത് നമ്മൾ എന്ത് ചെയ്യുക? സോഡിയം അല്ലെ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. എന്താ ഇങ്ങനെ ഈ സോഡിയം അല്ലെ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടുക? ഒരു ആസിഡ്, അതിൻ്റെ അകത്ത് നമുക്കറിയാം ആസിഡ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് ഉണ്ട്? COH ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക? NaOH ആഡ് ചെയ്യുമ്പോൾ ഈ H മാറി അവിടെ ആര് വന്നു? സോഡിയം വന്നു. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ KOH ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ H മാറി ആര് വരും? K വരും. അതാണ് ഈ പൊട്ടാഷ്യം സോൾട്ട് എന്ന് പറയുന്നത്. ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുക. എന്താ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ? ഈ ആസിഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക, അതായത് അക്വസ് സൊല്യൂഷൻ ഉണ്ടാക്കുക, വെള്ളം ആഡ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മൾ വെള്ളം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. അതാണ് ഇലക്ട്രോളിസിസ്. അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? നമ്മളെടുത്ത ആൽക്കൈൽ ഗ്രൂപ്പിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടി കാർബൺ ഉള്ള, അതായത് ഇപ്പം നമ്മളെടുത്ത ആസിഡ് 2 കാർബണേ ഉള്ളെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്
ഇതിനകത്ത് 4 കാർബണുള്ള ഒരു ആൽക്കെയിൻ ഫോം ചെയ്യും. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ, കോൾബിൻ്റെ ഇലക്ട്രോളിസിസ്. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. കാരണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഓർത്തിരിക്കത്തില്ല. ഓക്കെ, നോക്കി ആദ്യം തന്നെ ഈ നമ്മുടെ ആസിഡിൽ ഒരു CO2 ഇല്ലേ, ഈ സിയും OOയും ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് CO2 ഗ്യാസ് അങ്ങ് എലിമിനേറ്റ് ചെയ്യും. നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. ഇനി നോക്കിക്കേ, ഞാൻ ഈ വെള്ളത്തിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് 2 മോളിക്കൂൾ എന്തുണ്ട്, H ഉണ്ട് OH ഉണ്ട്. ഇതല്ലേ നമ്മുടെ വാട്ടർ. ഇതിൽ 2 ഹൈഡ്രജൻ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തായി, H2 ഗ്യാസായി ഇല്ലേ. ഇനി ബാക്കിയുള്ള ആളാരാ, 2 OH ഉണ്ട് ഇല്ലേ. ഈ OHും ഈ Kയും കൂടെ ചേർന്ന് എന്താവും, KOH ആയിട്ട് മാറും. KOH ആയില്ലേ. ഇനി നമുക്ക് ബാക്കി ആര് മാത്രമേ ഉള്ളൂ, നോക്കിക്കേ, 2 R ഗ്രൂപ്പില്ലേ. ആ 2 R ഗ്രൂപ്പ് ചേർന്നിട്ട് എന്താവും, RR എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പാവും. ഇതാണ് റിയാക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഓക്കെ, നമ്മളൊരു ആസിഡ് എടുക്കുക, പൊട്ടാഷ്യം സോൾട്ടുള്ള CH3COOK. ഇതിനകത്തോട്ട് എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തു, CO2 പ്ലസ് വെള്ളത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണേ, Hഉം OHും. എത്ര എണ്ണം, 2 എണ്ണം. 2 ഹൈഡ്രജൻ എന്ത് ചെയ്തു, H2 ആയിട്ട് പോയി, പ്ലസ് ഇനി എന്താ സംഭവിക്കുക, ഈ Kയും OHൂടെ ചേർന്ന് എന്തായി, KOH ആയി, 2 എണ്ണം. ഇനി നമുക്ക് ബാക്കി ആര് മാത്രമേ ഉള്ളൂ, 2 CH3 അല്ലേ ഉള്ളൂ. ഈ 2 CH3 തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായി, CH3. നമുക്കൊന്ന് വൃത്തിയായിട്ട് CH3 ഇതാരാ, ഈഥേന. ഓക്കെ, ഈഥേന പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നടന്ന കാര്യം എന്താ, നമ്മൾ എടുത്ത ആസിഡിലെ ആൽക്കൈൽ ഗ്രൂപ്പിൽ ഒരു കാർബണേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ആൽക്കെയിനിൽ എത്രണ്ണമായി, 2 കാർബണായി. അതായത് നമ്മൾ എടുത്ത ആസിഡിലെ R ഗ്രൂപ്പിലെ കാർബണിൻ്റെ ഇരട്ടി കാർബണുള്ള ഒരു ആൽക്കെയിനാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് കോൾബിൻ്റെ ഇലക്ട്രോളിസിസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ ഒരു 4-5 പ്രിപ്പറേഷൻസ് നോക്കിയായിരുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ആ HBZ റിയാക്ഷൻ, അല്ലെങ്കിൽ കോൾബിൻ്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ. HBZ റിയാക്ഷൻ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.